സിൽവർ ലൈൻ പദ്ധതിക്ക് ബദൽ മുഖ്യമന്ത്രി ഒപ്പം ഇ ശ്രീധരനും കൂടിക്കാഴ്ച നടത്തി. വൈകിട്ട് തിരുവനന്തപുരത്താണ് ഈ കൂടിക്കാഴ്ച നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, ഏത് തരത്തിലൊരു ബദലിനാണ് ആലോചിക്കുന്നത്? ഇ ശ്രീധരൻ മുൻപ് പറഞ്ഞ പദ്ധതിയിലേക്ക് തന്നെ എത്താനാണോ സാധ്യത? നിലവിലിപ്പോൾ ഇക്കാര്യത്തിൽ അടിയന്തരമായി തീരുമാനമെടുക്കേണ്ടത് UDF സർക്കാരാണ്. കാരണം UDF സർക്കാർ അധികാരമേറ്റതിനു ശേഷമാണ് ഈ സിൽവർ ലൈൻ പദ്ധതി അതിന്റെ വിജ്ഞാപനം അടക്കമുള്ള കാര്യങ്ങൾ റദ്ദാക്കുകയും ആ പദ്ധതി ഔദ്യോഗികമായി തന്നെ ഉപേക്ഷിക്കുകയാണെന്നുള്ള കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം എന്തായിരിക്കും UDF സർക്കാരിന്റെ അതിവേഗ റെയിൽ പാത അല്ലെങ്കിൽ റെയിൽ പദ്ധതി എന്നുള്ള കാര്യത്തിൽ വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയും അതേപോലെ ഇ ശ്രീധരനുമായി കൂടിക്കാഴ്ച നടക്കുന്നത്. നേരത്തെ ഈ സിൽവർ ലൈൻ ചർച്ചയാകുന്ന ഘട്ടത്തിൽ തന്നെ കേന്ദ്രത്തെ സമീപിച്ച ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച തിരുവനന്തപുരം കണ്ണൂർ വേഗപാതയുണ്ട്. അതിൽ തന്നെ ഈ നിലവിലെ പാതയിൽ ആധുനിക സിഗ്നലിംഗ് സംവിധാനം, നിലമ്പൂർ നഞ്ചങ്കോട് പാത, ചെങ്ങന്നൂർ പമ്പ എന്നീ 4 പദ്ധതികളാണ് ഈ ശ്രീധരൻ കേന്ദ്രത്തിന് മുൻപിൽ വെച്ചത്. ഇതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ ഇന്നത്തെ ചർച്ചയിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി നടക്കുന്ന ചർച്ചയിൽ ഈ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ പദ്ധതി വിഭാവനം അതടക്കമുള്ള കാര്യങ്ങളിൽ UDF സർക്കാർ എടുക്കുന്ന തീരുമാനം വളരെ നിർണായകമായി മാറും. ഏതായാലും ഇന്നത്തെ കൂടിക്കാഴ്ച നിർണായകമാണ്. പ്രവിധ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. നിർണായക കൂടിക്കാഴ്ച മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്താനൊരുങ്ങുകയാണ് ഇ ശ്രീധരൻ. ബദൽ പദ്ധതി, കേരളിന് ബദലായി ഒരു പദ്ധതി നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.